അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. രണ്ട് കടലുകളുടെ സംഗമ സ്ഥലത്തുള്ള പാറപ്പുറത്ത് തലേ ദിവസം വിശ്രമിച്ച സന്ദർഭത്തിൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മത്സ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് പറയാൻ ഞാൻ മറന്നുപോയതാണ്. പിശാചാണ് എന്നെ അത് മറപ്പിച്ചത് എന്ന് മൂസാ നബിയോട് തൻ്റെ സേവകനായ യൂഷ പറഞ്ഞതാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. അപ്പോഴേക്കും അവർ വിശ്രമിച്ച സ്ഥലവും കഴിഞ്ഞ് അവർ കുറേ ദൂരം മുന്നോട്ട് പോയിരുന്നു എന്നും കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞു. യൂഷ ഇക്കാര്യം അറിയിച്ചപ്പോൾ മൂസാ നബി അതീവ ഉത്സാഹത്തോടു കൂടി പറഞ്ഞു, അത് തന്നെയാണ് നാം അന്വേഷിക്കുന്ന സ്ഥലം, നമുക്ക് ഉടനെ അങ്ങോട്ട് തിരിച്ചു പോവണം എന്ന് പറഞ്ഞുകൊണ്ട് മൂസാ നബിയും സേവകനും വന്ന വഴിയെ തിരിച്ചു പോവുകയാണ്. കാരണം മത്സ്യം എവിടെയാണോ നഷ്ടപ്പെടുന്നത് അവിടെയാണ് അള്ളാഹു പ്രത്യേക അറിവ് നൽകി പ്രത്യേകം അനുഗ്രഹിച്ച മഹാനായ ഖിളിറിനെ കണ്ടുമുട്ടാൻ സാധിക്കുക എന്ന് മൂസാ നബിക്ക് അള്ളാഹു വഹിയിലൂടെ അറിവ് നൽകിയിരുന്നു. മത്സ്യം നഷ്ടപ്പെടുന്നതായിരുന്നു ആ സ്ഥലത്തെത്തി എന്നതിനുള്ള അടയാളം. അല്ലാതെ അവർക്ക് മഹാനായ ഖിളിർ ഉള്ള സ്ഥലം അറിയില്ലായിരുന്നു. അങ്ങനെ അവർ തിരിച്ചു നടന്ന് ആ മഹാനെ കണ്ടെത്തി. ഇക്കാര്യങ്ങളാണ് ഇന്ന് പഠിക്കുന്ന 64, 65 ആയത്തുകളിൽ പറയുന്നത്. കാല, മൂസാ നബി പറഞ്ഞു, മത്സ്യം നഷ്ടപ്പെട്ടു എന്ന് യൂഷ പറഞ്ഞപ്പോൾ ഉടനെ മൂസാ നബി പറഞ്ഞു, ദാലിക മാ കുന്നാ നബ്ഗി, അത് തന്നെയാണ് നാം തേടിക്കൊണ്ടിരിക്കുന്നത്. ആ സ്ഥലം തേടിയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. മത്സ്യം ചാടിപ്പോയ ആ സ്ഥലം, അതാണ് അടയാളം. ഫർത്തദ്ദ, അങ്ങനെ അവർ രണ്ടുപേരും മടങ്ങി. അല ആസാരിഹിമ, അവർ രണ്ടുപേരുടെയും കാൽപ്പാടുകളിലൂടെ, ഖസസൻ, പിന്തുടർന്നുകൊണ്ട്, നോക്കിക്കൊണ്ട്. അവർക്ക് ആ സ്ഥലമോ വഴിയോ അറിയില്ല. അതുകൊണ്ട് അവർ വന്ന വഴിക്ക് അവരുടെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് തിരിച്ചു നടന്നു മത്സ്യം നഷ്ടപ്പെട്ട കടലുകളുടെ സംഗമസ്ഥലത്തേക്ക്. വജദ, അപ്പോൾ അവർ കണ്ടു. ആ സ്ഥലത്തെത്തിയപ്പോൾ അവിടെ വെച്ച് അവർ കണ്ടുമുട്ടി അബ്ദൻ മിൻ ഇബാദിന, നമ്മുടെ പ്രിയപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിലെ ഒരു പ്രിയപ്പെട്ട ദാസനെ. അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ഉത്തമ ദാസന്മാരെ ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹു എൻ്റെ ഇബാദുകൾ എന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ള ഒരു ഉത്തമ ദാസനായിട്ടാണ് ഇവിടെ ഖിളിറിനെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ സവിശേഷതയായി പറയുന്നത്, ആത്തൈനാഹു, നാം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്, റഹ്മത്തം മിൻ ഇന്ദിന, നമ്മുടെ അടുത്തു നിന്നുള്ള കാരുണ്യം. അള്ളാഹുവിൻ്റെ പ്രത്യേക കാരുണ്യം മഹാനായ ഖിളിറിന് നൽകപ്പെട്ടിരുന്നു. വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമ, നമ്മുടെ പക്കൽ നിന്നുള്ള പ്രത്യേക അറിവും നാം അദ്ദേഹത്തെ പഠിപ്പിച്ചിരുന്നു. താങ്കളെക്കാൾ അറിവുള്ള ഒരു വ്യക്തിയുണ്ട്, അയാളിൽ നിന്ന് താങ്കൾ അറിവ് നേടുക എന്ന് പറഞ്ഞ് അള്ളാഹു മൂസാ നബിയെ പറഞ്ഞയച്ച ഈ വ്യക്തിയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ഇത്രമാത്രമാണ് ഖുർആനിൽ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഖിളിർ എന്നോ ഖളിർ എന്നോ ആയിരുന്നു എന്ന കാര്യത്തിൽ അധിക പണ്ഡിതന്മാരും യോജിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേരല്ല, അദ്ദേഹത്തിന് പിന്നീട് വിളിക്കപ്പെട്ട പേരാണ് എന്ന ചില അഭിപ്രായങ്ങളുമുണ്ട്. ഏതായാലും അദ്ദേഹം ആരായിരുന്നു എന്ന കാര്യത്തിൽ വ്യത്യസ്തമായ ഒരുപാട് നിഗമനങ്ങളും അഭിപ്രായങ്ങളുമാണുള്ളത്. അദ്ദേഹം ആദം നബിയുടെ ഒരു പുത്രനായിരുന്നു. അദ്ദേഹം അള്ളാഹുവിൻ്റെ പുണ്യാത്മാക്കളിൽപ്പെട്ട ഒരു വലിയായിരുന്നു. അദ്ദേഹം സാധാരണ മനുഷ്യനായിരുന്നില്ല, അനേക നൂറ്റാണ്ടുകൾ ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ലോകാവസാനം വരെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം മനുഷ്യനല്ല, മലക്കാണ്. ഇതൊക്കെ അദ്ദേഹത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ്. എന്നാൽ അധികം ആളുകളും അദ്ദേഹം ഒരു നബിയായിരുന്നു എന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹം മലക്കാണ് എന്ന് പറഞ്ഞത് ബാലിശവും തള്ളിക്കളയേണ്ടതുമാണ്. അദ്ദേഹം ലോകാവസാനം വരെ ജീവിക്കും എന്ന് പറയുന്നത് ഖുർആനെതിരുമാണ്. കാരണം ഒമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബലിക്കൽ ഖുൽദ്, താങ്കൾക്ക് മുമ്പ് ഒരു മനുഷ്യനെയും നാം ഈ ദുനിയാവിൽ ശാശ്വതനായി എന്നേക്കുമായി ജീവിപ്പിച്ചിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്. ഖിളിർ ഒരു പുണ്യാത്മാവ്, വലിയ ആയിരുന്നു എന്ന അഭിപ്രായമാണ് സൂഫികൾക്കുള്ളത്. അങ്ങേയറ്റം തഖ്വയുള്ളവരായി ജീവിച്ച് അള്ളാഹുവിൻ്റെ ഔലിയാക്കളായി മാറുന്ന പുണ്യാത്മാക്കൾക്ക്
ചില നിഗൂഢമായ അറിവുകൾ തുറന്നു കിട്ടുമെന്നും അവർ വലിയ ഔന്നിത്യമുള്ളവരാവുകയും ചെയ്യും എന്നതിനുള്ള ഉദാഹരണമായി കൊണ്ട് സൂഫികൾ മഹാനായ ഖിദിറിനെ കാണുന്നു. ഇങ്ങനെയുള്ള ഔലിയാക്കൾക്ക് വിദ്യാഭ്യാസത്തിലൂടെയും മറ്റും നേടാൻ കഴിയാത്ത അറിവ് അള്ളാഹു പ്രത്യേകം നൽകുന്നു. അൽ ഇൽമുൽ ലദുന്നി എന്നാണ് ഈ അറിവിന് പറയുക. വ അല്ലംനാഹു മില്ലദുന്ന ഇൽമ എന്ന് ഖിദിറിനെ കുറിച്ച് അള്ളാഹു അദ്ദേഹത്തിന് പ്രത്യേക അറിവ് നൽകി എന്ന് പറയുന്ന ആ വാചകത്തിൽ നിന്നാണ് അൽ ഇൽമുൽ ലദുന്നി എന്ന പ്രയോഗം സ്വീകരിച്ചിട്ടുള്ളത് എന്നും ചില വിശദീകരണങ്ങളുണ്ട്. എന്നാൽ വിവിധ കാരണങ്ങൾ കൊണ്ട് ഖിദിർ ഒരു പ്രവാചകൻ ആയിരിക്കാനാണ് സാധ്യത എന്നാണ് കൂടുതൽ പണ്ഡിതന്മാരും പറയുന്നത്. ആതൈനാഹു റഹ്മത്തം മിൻ ഇന്ദിന, നമ്മുടെ പ്രത്യേക കാരുണ്യം അദ്ദേഹത്തിന് നാം നൽകി എന്ന് പറഞ്ഞതിലെ റഹ്മത്ത് എന്നത് നുബൂവത്ത്, പ്രവാചകത്വം ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഒരു പ്രവാചകന് അറിവ് പഠിപ്പിക്കാൻ അള്ളാഹു മറ്റൊരു പ്രവാചകനല്ലാത്ത ഒരാളെ ഗുരുവായി നിശ്ചയിക്കുകയില്ല എന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ ഈ ചെയ്യുന്നതൊക്കെ സ്വന്തം അധികാരം കൊണ്ടും സ്വന്തം അഭിപ്രായം കൊണ്ടും ചെയ്യുന്നതല്ല എന്ന് മൂസാ നബിയോട് ഖിദിർ തന്നെ പറയുന്നതായി തുടർന്നു വരുന്ന ആയത്തിലുണ്ട്. ഒമാ ഫഅൽതുഹു അൻ അംരി, ഇതൊന്നും ഞാൻ സ്വന്തം കൽപ്പനയനുസരിച്ച് ചെയ്യുന്നതല്ല എന്നാണ് അദ്ദേഹം മൂസാ നബിയോട് പറയുന്നത്. അതിനർത്ഥം അള്ളാഹുവിൻ്റെ കൽപ്പനയനുസരിച്ചാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് എന്നാണ്. അള്ളാഹു ഇത്തരം കൽപ്പനകൾ വഹിയിലൂടെ പ്രവാചകന്മാർക്ക് മാത്രമാണ് നൽകുക എന്നതുകൊണ്ട് ഇദ്ദേഹം പ്രവാചകനാകാനാണ് സാധ്യത എന്നാണ് കൂടുതൽ പണ്ഡിതന്മാരും പറയുന്നത്. അത് തന്നെയാവും ശരി എന്ന് കരുതുന്നു. അള്ളാഹു ആലം. ഇനി മൂസാ നബി മഹാനായ ഖിദിറിനോടൊപ്പം നടത്തുന്ന സംഭവ ബഹുലമായ യാത്രക്ക് മുന്നോടിയായിക്കൊണ്ട് അവർ തമ്മിൽ പറയുന്ന ചില കാര്യങ്ങളാണ് തുടർന്നുള്ള 5 ആയത്തുകളിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് അത് നാളെ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.